നമസ്കാരം. LPG ഇമ്പോർട്ട് ചെയ്യുന്ന ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യ ആയതുകൊണ്ട് LPGയുടെ സപ്ലൈ ചെയിനിൽ ഉണ്ടായിരിക്കുന്ന ഡിസ്റപ്ഷൻ ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെ റെസ്റ്റോറൻറ്റുകളൊക്കെ അവരുടെ പ്രവർത്തന സമയം കുറയ്ക്കുകയും ചെയ്തു. മിനിമം ഫ്യുവൽ യൂസേജ് ആവശ്യമായിട്ടുള്ള മെനുകളാണ് പല റെസ്റ്റോറൻറ്റുകളും ഓഫർ ചെയ്യുന്നത്. കൂടാതെ LPG സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻ മൂലം LPGയുടെ വിലയിലും വർധനവുണ്ടായിട്ടുണ്ട്. ഡൊമസ്റ്റിക് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള LPG സിലിണ്ടറിന് 60 രൂപ പെർ സിലിണ്ടർ എന്ന റേറ്റിലും കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള LPG സിലിണ്ടറിന് 114 രൂപ പെർ സിലിണ്ടർ എന്ന റേറ്റിലുമാണ് വില വർധനവ് ഉണ്ടായിരിക്കുന്നത്. ഈ വില വർധനവ് മുംബൈ, ബാംഗ്ലൂരു തുടങ്ങിയ രാജ്യങ്ങളിൽ ഏറ്റവും അധികം പ്രകടമാവുകയും ഇൻഎഡിക്വേറ്റ് LPG സപ്ലൈ ഈ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ഈ സിറ്റികളിലുമൊക്കെ പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിവർഷം 31.3 മില്യൺ ടൺ LPG ആണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. ഇതിൽ 87% ഡൊമസ്റ്റിക് സെക്ടറിലാണ് ഉപയോഗിക്കുന്നത്, മറ്റുള്ളവ കൊമേഴ്സ്യൽ സെക്ടറിലാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള LPGയുടെ 62% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളായ സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ്. ഈ LPGയുടെ 80% ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. ഹോർമൂസ് കടലിടുക്കിൽ റീസെൻ്റ്ലി ചരക്ക് ഗതാഗതം സ്തംഭിച്ചത് ഇന്ത്യയുടെ LPG സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് LPGയുടെ വില ഉയരുന്നതിന് പിന്നിലെ പ്രധാന കാരണവും. അതോടൊപ്പം തന്നെ ഖത്തറിൻ്റെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ LNG പ്ലാന്റിൽ ഇറാൻ ആക്രമണം നടത്തുകയും അവിടെ ഫയർ ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. റാസ് ലഫേൻ എന്ന LNG പ്ലാന്റിലാണ് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള LNGയുടെയും LPGയുടെയും പ്രൊഡക്ഷനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇറാൻ്റെ എണ്ണപ്പാടങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിനുള്ളൊരു പ്രതികാര നടപടി എന്ന നിലയിൽ ഗൾഫ് രാജ്യങ്ങളുടെ എനർജി സോഴ്സുകളിലേക്ക് ഇറാൻ ആക്രമണം നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം LPGയുടെ സപ്ലൈ ഡിസ്ട്രപ്ഷന് കാരണമാവുകയും LPGയുടെ വിതരണത്തെയും അവൈലബിലിറ്റിയെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ LPGക്കുള്ള ആൾട്ടർനേറ്റീവ് മെറ്റീരിയൽ എന്ന നിലയിൽ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് പ്രോഡക്റ്റ് എന്ന നിലയിൽ ഇൻഡക്ഷൻ കുക്കർ സ്റ്റോക്കുകളൊക്കെ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഇൻഡക്ഷൻ കുക്കറുകളുടെ സെയിൽസ് വർദ്ധിച്ചതിനെ തുടർന്ന് ഇൻഡക്ഷൻ കുക്കർ കിച്ചൺ അപ്ലയൻസ് കമ്പനികളായ സ്റ്റോവ് ക്രാഫ്റ്റ്, TTK പ്രസ്റ്റീജ്, ബട്ടർഫ്ലൈ തുടങ്ങിയ സ്റ്റോക്കുകളിലൊക്കെ ഇന്ന് ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. സ്റ്റോവ് ക്രാഫ്റ്റ്, TTK പ്രസ്റ്റീജ്, ബട്ടർഫ്ലൈ തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ 6 മുതൽ 14% ഉയർന്നു. ബട്ടർഫ്ലൈ 14% ഉയർന്ന് 674 രൂപയും സ്റ്റോവ് ക്രാഫ്റ്റ് 6.4% ഉയർന്ന് 525 രൂപയ്ക്കടുത്തും TTK പ്രസ്റ്റീജ് 4.5% ഉയർന്ന് 500 രൂപയ്ക്കടുത്തുമായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. ഈ ഒരു പരിതസ്ഥിതി വരും ദിവസങ്ങളിലും തുടരുകയാണെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ സെക്ടറിലെ സ്റ്റോക്കുകളെ വരും സമയങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കാരണം ഈ സെക്ടറിന് ഇപ്പോൾ ഒരു സെക്ടോറിയൽ ടെയിൽവിൻഡിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് HDFC ബാങ്കുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ HDFC ബാങ്ക് ശക്തമായ സെല്ലിംഗ് പ്രഷർ നേരിടുകയും സ്റ്റോക്ക് 8% ഇടിഞ്ഞ് 52 വീക്ക് ലോയിലേക്ക് എത്തുകയും ചെയ്തു. HDFC ബാങ്കിൻ്റെ പാർട്ട് ടൈം ചെയർമാനായ അതാനു ചക്രവർത്തി ബാങ്കിൻ്റെ എത്തിക്കൽ വാല്യൂസുമായി യോജിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള കാരണം പറഞ്ഞ് ബാങ്കിൽ നിന്നും റിസൈൻ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ശക്തമായ സെല്ലിംഗ് പ്രഷർ വന്നത്. ബാങ്കിൻ്റെ ഇൻട്രിം ചെയർമാൻ ബാങ്കിൽ നിന്നും റിസൈൻ ചെയ്തതിന് പിന്നിലെ വ്യക്തമായ കാരണങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ബാങ്കിൻ്റെ ഓവറോൾ പ്രവർത്തനത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇത് HDFC ബാങ്കിൻ്റെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ HDFC ബാങ്കിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കൂടാതെ പ്രമുഖ ബ്രോക്കേജ് ഫിമായ ജെഫ്രീസ് സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 1240 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 47% അപ്സൈഡിലുള്ള ടാർഗറ്റ്. ഇനി ജെഫ്രീസ് സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയതിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തേത്, ഇപ്പോൾ എക്സിറ്റ് ചെയ്ത ചെയർമാന് പകരം പുതിയതായി സ്ഥാനമെടുക്കുന്ന കിക്കി മേസ്ത്രി എന്ന ചെയർമാന് ബാങ്കിൻ്റെ കോർപ്പറേറ്റ് ഗവർണൻസും റെഗുലേറ്ററി ആസ്പെക്റ്റുമായി ലോങ് ക്രെഡിബിലിറ്റി ഉണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കിക്കി മേസ്ത്രി ഇൻട്രിം ചെയർമാനിൽ നിന്നും പെർമനൻറ്റ് ചെയർമാനായി മാറാനുള്ള സാധ്യത കൂടുതലാണെന്ന് ജെഫ്രീസിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. കൂടാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ HDFC ബാങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് നൽകിയതും ബാങ്കിൻ്റെ വിശ്വാസ്യതയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. കൂടാതെ ജെഫ്രീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം വരും സമയങ്ങളിൽ ബാങ്കിൻ്റെ പ്രോഫിറ്റും കമ്പനിയുടെ റവന്യൂവും വർദ്ധിക്കാനും സാധ്യതയുണ്ട്. 2026 ഫിനാൻഷ്യൽ ഇയറോടുകൂടി കമ്പനിയുടെ പ്രോഫിറ്റ്
ഇയർ ഓൺ ഇയറിൽ 74,900 നിന്നും 92,200 ഉയരാൻ സാധ്യതയുണ്ട്. ഏണിംഗ് പെർ ഷെയർ 49 നിന്നും 60 രൂപയിലേക്ക് ഉയരാനും കമ്പനിയുടെ അസറ്റ് അല്ലെങ്കിൽ ROE 14% നിന്നും 1.78% വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അതേസമയം HDFC ബാങ്കിൽ വന്ന ഒരു സെല്ലിംഗ് പ്രഷർ ഇൻവെസ്റ്റേഴ്സിനെ വളരെയധികം സ്തംഭിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ബാങ്കിൽ ഹെവി സെല്ലിംഗ് നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് 8% ഇടിഞ്ഞിരിക്കുന്നത്. മാക്രിസ് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ HDFC ബാങ്കിൽ നെഗറ്റീവ് റിവ്യൂ ആണ് വെച്ച് പുലർത്തുന്നതും. HDFC ബാങ്ക് ഇപ്പോൾ കഴിഞ്ഞ 5 ദിവസം കൊണ്ട് 2%, ഒരു വർഷം കൊണ്ട് 12%, 6 മാസം കൊണ്ട് സ്റ്റോക്ക് 8%-ലേറെയും ഇടിഞ്ഞു കഴിഞ്ഞു. എയർടെൽ ഡേറ്റയിൽ നിന്നും 20%-നടുത്ത് ഡിസ്കൗണ്ടിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ്ങിൻ്റെ സാഹചര്യത്തിൽ സ്റ്റോക്കിൽ വാല്യൂഷൻ കറക്ഷൻ വരാനും സ്റ്റോക്ക് അട്രാക്റ്റീവ് ഡിസ്കൗണ്ടിലും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ പരിഗണിക്കാമെന്നാണ് ജെഫ്രീസിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. അതുകൊണ്ടാണ് ജെഫ്രീസ് 50%, അതായത് ഏറെക്കുറെ 50%-അടുത്തുള്ള ടാർഗറ്റ് HDFC ബാങ്കിന് നൽകിയിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്